ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഒരു ടെമ്പിൾ വിസിറ്റ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മളൊരു അമ്പലത്തിലേക്ക് പോവാണ്. ഈ അമ്പലം ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. ഞാൻ അതിന് മുന്നേ വന്നിട്ടേ ഇല്ല. ഈ ഒരു അമ്പലം കാണാൻ വേണ്ടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡിലും വാഴത്തോപ്പൊക്കെ ആയിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയുള്ളൊരു അമ്പലമാണ്. അപ്പം അവിടേക്ക് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുക. കാർ പാർക്കിംഗ് കുറച്ച് ദൂരെയാണ് കേട്ടോ. അപ്പോൾ അവിടെ മുതൽ നമ്മളിങ്ങനെ നടന്ന് വരണം ഇവിടേക്ക്. അപ്പം ഞാൻ അമ്പലത്തിലേക്ക് പോണതിൻ്റെ മുന്നേ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കടയിൽ നിർത്തി കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്നാക്സ് ആണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ നോൺ വെജ് ഒന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, അപ്പം നമുക്ക് സ്നാക്സിൽ ഒതുക്കാം എന്ന് വിചാരിച്ചു. സോ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ബജിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം തട്ടുകടയിലൊക്കെ കിട്ടുന്ന ബജിയാണ്. ഇങ്ങനെ ഹോട്ടൽസിൽ കിട്ടുന്ന ബജി അത്ര ടേസ്റ്റ് ഉണ്ടാവാറില്ല കേട്ടോ. തട്ടുകടയത്തെ ബജിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്താണാവോ അവർ ചേർക്കുന്നതെന്ന് ആർക്കറിയാം. ബജീനെക്കാട്ടും ടേസ്റ്റ് പരിപ്പ് വടയായിരുന്നു കേട്ടോ. എനിക്കിതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്നാക്സ് ഒക്കെ കഴിച്ച് നമ്മളുടെ വയറിൻ്റെ വിശപ്പിനോടൊന്ന് അടങ്ങാൻ പറഞ്ഞിട്ട് നേരെ ഇനി അമ്പലത്തിലേക്കാണ് കേട്ടോ പോണത്. ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനൊരു പാർക്കിംഗ് സ്ലോട്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മളവിടെ ഒരു തൊടി കണ്ടപ്പോൾ അവിടെ കയറ്റി നിർത്തിയെന്ന് മാത്രം. അങ്ങനെ നമ്മളിത് അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് പോകേണ്ട അമ്പലം. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ഒരു പഴയ ടൈപ്പ് കുളമൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷെ കുറേ പായലൊക്കെ പിടിച്ചിരിക്കുകയാണ്. എന്നാലും ഇവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ടെന്നാണ് കേട്ടോ അറിഞ്ഞത്. അങ്ങനെ കുറച്ച് നേരം കുളത്തിൻ്റെ അവിടേക്ക് നിന്നപ്പോഴാണ് നമ്മളെ പൂജേൻ്റെ ടൈം ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അമ്പലത്തിലേക്ക് നടക്കാം. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് അമ്പലങ്ങളിലൊക്കെ പോകുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടിലെല്ലാവരും പോകുന്നതുകൊണ്ട് തന്നെ അതെനിക്കൊരു ശീലമായി മാറിയിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ അമ്പലത്തിൽ നമ്മൾ പുതിയതായിട്ട് പോകാറുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു അമ്പലം കൂടിയാണ് കേട്ടോ അത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോ മരത്തിൻ്റെ മുകളിലും അതിൻ്റെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മേ ബി ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടായി. മഴ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫീൽ ഉണ്ട് കേട്ടോ അവിടേക്ക് നടന്നു വരുമ്പോഴത്തേക്കും. അതിനുശേഷം നമ്മളെ പൂജയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് തിരുനെല്ലിക്കാണ് കേട്ടോ. പോകുന്ന വഴിക്കാണ് നമ്മളെ വില്ലിംഗ്ടൺ റെസ്റ്റോറൻറ്റ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് ആയിരിക്കുമെന്ന്. ഭയങ്കര ഫേമസ് ആണ് കേട്ടോ വയനാട്ടിലെ ഈ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പം നമ്മൾ അവിടെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ്. അവിടെ മെയിനായിട്ട് നോൺ വെജ് ആണ് ഭയങ്കര ഫേമസ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്കിനി അമ്പലത്തിൽ പോകണമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും വെജിറ്റേറിയൻ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബിരിയാണി അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. വെജ് ആണെങ്കിലും നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ഭയങ്കര ഫേമസ് ആണെന്നാണ് കേൾക്കുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, പറഞ്ഞു കേട്ടതാണ്. ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ ബിരിയാണി എന്നുള്ളത്. ആക്ച്വലി നമ്മൾ ഉദ്ദേശം മീൽസ് കഴിക്കണം എന്നായിരുന്നു. പക്ഷേ ഇവിടെ മീൽസ് ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മീൽസ് കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. സൈഡ് ഡിഷ് ആയിട്ട് ഈ ഒരു പനീർ ടിക്കയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഐറ്റം ഞാൻ ശ്രദ്ധിച്ചത്. പുറത്ത് തന്നെ അവർ ഒരുപാട് പേസ്ട്രീസും കേക്ക്സും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം വയർ ഏകദേശം ഫുള്ളാണ്. ഇതാണ് നമ്മളെ വില്ലിംഗ്ടൺ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ. അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി വയനാട് വഴിക്ക് പോവുകയാണെങ്കിൽ എന്തായാലും ഇവിടെ കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാർസലായിട്ടൊരു മാംഗോ ജ്യൂസും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാംഗോ ജ്യൂസൊക്കെ കുടിച്ച് ഇനി നമ്മൾ നേരെ തിരുനെല്ലിക്കാണ് കേട്ടോ പോണത്. പോകുന്ന വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കാരണം ചുറ്റും കാടായിരിക്കും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു, കാരണം ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് ഞങ്ങളടുത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 6 മണിയാകുമ്പോഴത്തേക്കും നമ്മളത് കടന്നു പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ എത്തിയപ്പോഴാണ് കണ്ടത് ഇവിടെ ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ചിലപ്പം വേറെ വഴിക്കൊക്കെ വരികയാണെങ്കിൽ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടാവുമായിരിക്കാം, അറിയില്ല. എന്തായാലും കുറച്ച് ഡേഞ്ചറസ് വഴിയാണെന്നൊക്കെ ഒരു അലേർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഇതേപോലെ കുറേ അധികം പുഴകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. കാരണം മഴയും കൂടെ ആയതുകൊണ്ട് ഒരു പ്രത്യേക വൈബായിരുന്നു. അതിനുശേഷം നമ്മളിതാ തിരുനെല്ലി എത്തിയിട്ടുണ്ട്. തിരുനെല്ലി എത്തിയിട്ട് നമുക്കിനി നാളെ ബലി ഇടാനുണ്ട് കേട്ടോ. മെയിനായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദുബായിൽ നിന്ന് ഞങ്ങൾ വന്നത് തന്നെ ഈ ഒരു കാര്യം കൂടി മുന്നിൽ കണ്ടിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഇനി അവിടേക്ക് പോയിട്ട് നമുക്ക് ഇത് ബുക്ക് ചെയ്യണം ബലിയിടാൻ വേണ്ടിയിട്ട്. നാളെ രാവിലെയാണ് നമുക്ക് ബലിയിടാൻ വേണ്ടി പറ്റുക. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ. ശരിക്കും പഴയ കാലത്തൊരു അമ്പലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചുമരിൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്ക് സൈഡിലായിട്ട് മലയാണ് ഈ അമ്പലത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അവിടെ കോട ഇറങ്ങിയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റി. സാധാരണ അവിടെ വാവിൻ്റെ സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അവിടേക്ക് അടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, കാരണം അത്രയും ആൾക്കാർ ഇവിടെ ബലിയിടാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. തിരുനെല്ലി ടെമ്പിൾ അറിയപ്പെടുന്നത് കാശി ഓഫ് സൗത്ത് എന്നാണ് കേട്ടോ. കാരണം ഇവിടെയാണ് പിതൃ കർമ്മങ്ങളൊക്കെ
ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫേമസ് ആണ് ഈ ഒരു ടെമ്പിൾ. എന്ന പേര് വരാനുള്ള കഥ തുടങ്ങുന്നത് ബ്രഹ്മാവിൽ നിന്നാണ് കേട്ടോ. ബ്രഹ്മാവ് ഇങ്ങനെ ലോകം ചുറ്റി നടക്കുമ്പോഴാണ് ഒരു നെല്ലി മരത്തിന്റെ മുകളിലായിട്ട് ഒരു വിഷ്ണു വിഗ്രഹം കാണുന്നത്. ബ്രഹ്മാവ് ആ വിഗ്രഹത്തിനെ പൂജിക്കാൻ വേണ്ടി തുടങ്ങി. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് തിരുനെല്ലി എന്ന് പേര് വന്നത്. തിരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവികം എന്നാണ്, നെല്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നെല്ലി മരത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്. മരങ്ങളും കാടുകളുമായി ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ തിരുനെല്ലി. ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാടുകളും മലകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ബലികർമ്മത്തിന് വരുന്ന ആളുകൾ ഇവിടുന്ന് തന്നെ അന്നദാനം കഴിക്കണം എന്ന് ഒരു നിർബന്ധം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അമ്മയ്ക്ക് അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ അന്നദാനം ഹാളിലേക്കാണ് കേട്ടോ പോണത്. ഇവിടുന്ന് കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലാണ് അന്നദാനം ഹാൾ ഉണ്ടാവുക. അപ്പൊ അവിടെ പോയിട്ട് നമുക്കിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആയുർവിന് ചെറിയ കോൾഡ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുടയൊക്കെ തുറന്നു വെച്ചിട്ടാണ് പോണത്. ഇത് ആക്ച്വലി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടിയാണ് കേട്ടോ. ഒരുപാട് ആളുകൾ ഈ ഒരു അമ്പലം കാണാൻ വേണ്ടിയിട്ടൊക്കെ വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാരണം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ആയതുകൊണ്ടാണ്. അങ്ങനെ നമ്മളിത് അന്നദാനം ഹാളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഉപ്മാവാണ്. മുന്നേ തന്നെ ഞങ്ങൾക്ക് ഒരു സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു ഉപ്മാവാണെന്നുള്ളത്. കാരണം അവിടുത്തെ തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്മാവാണെന്ന്. അങ്ങനെ നമ്മൾ അവിടുന്ന് പ്ലേറ്റ് എടുക്കുക, ഗ്ലാസ് എടുക്കുക, നേരെ പോയി ഉപ്മാവ് വാങ്ങിച്ചിട്ട് അവിടെ തന്നെ ഒരു ഹാളുണ്ട്, അവിടെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. ഉപ്മാവിന്റെ കൂടെ നമുക്ക് ചുക്ക് കാപ്പിയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഇറങ്ങി നോക്കിയപ്പോഴാണ് ചുറ്റും ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഇത് വന്നിട്ട് ഒരു ആയുർവേദ ഷോപ്പാണ്. അവിടെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഈ കാണുന്ന ഒരു മണി സാധനം മേടിച്ചു കേട്ടോ. ഈ ക്ലിങ് 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 നമ്മൾ വീട്ടിൻ്റെ പുറത്തൊക്കെ തൂക്കിയിടാൻ പറ്റിയ പോലത്തെ സാധനം. അത് ചിന്നേച്ചിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ചിന്നേച്ചി ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 750 രൂപയാണ്. കുറച്ച് എക്സ്പെൻസീവാണ്, എന്നാൽ അടിപൊളിയായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റൂം. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ റൂം. ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും കൂടി റൂമിൽ കിടക്കാനുള്ള സൗകര്യം നോക്കിയിട്ടാണ് ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ലോഡ്ജിന്റെ പേര് വന്നിട്ട് ദക്ഷിണ കാശി എന്നാണ് കേട്ടോ. അമ്പലത്തിന് ഏകദേശം ഒരു 200 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ, നടന്നു വരാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അമ്പലത്തിന്റെ മുന്നിൽ തന്നെ ദേവസ്വത്തിന്റെ ഒരു റൂം സ്പേസ് ഉണ്ട്. പക്ഷെ അത് ഒട്ടും നല്ലതല്ല, ക്ലീൻ അല്ല എന്നാണ് ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിറ്റേന്ന് രാവിലെയാണിത്. ഞങ്ങൾ ബലിയിടാൻ വേണ്ടിയിട്ട് പോവാണ്. അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബലിയിടാൻ വേണ്ടി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ തലേന്ന് തന്നെ ബുക്കിംഗ് ഒക്കെ ചെയ്തതുകൊണ്ട് ആ പരിപാടിയും വേണ്ടായിരുന്നു. നേരെ നമുക്ക് ബലിയിടുന്ന സ്ഥലത്തേക്ക് പോകാമെന്നാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അവിടെ തന്നെ ചേഞ്ചിങ് റൂം ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അപ്പം ഡ്രസ്സൊക്കെ മാറ്റി വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. മലേൻ്റെ മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് കോടങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഈ കുളം ആക്ച്വലി പഞ്ചതീർത്ഥം എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. 5 തീർത്ഥങ്ങൾ ഒരുമിച്ച് എത്തുന്ന സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ബലിയിടുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോകേണ്ടത്. കുറച്ചധികം സ്റ്റെപ്പുകളും കുറച്ച് ദൂരം നടക്കാനുണ്ട്. പക്ഷെ നമുക്ക് ശരിക്കും പ്രകൃതിയോട് ഭയങ്കര ചേർന്ന് നിൽക്കുന്ന സ്ഥലമെന്ന് കണ്ടാൽ മനസ്സിലാവും. ചുറ്റിനും ഇങ്ങനെ പുഴകളും അതേപോലെ അരുവികളും ഒക്കെ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഇനിയും കുറച്ചും കൂടി അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് നിറയെ പാറക്കല്ലുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലൂടെയൊക്കെ കയറണം. പണ്ടൊക്കെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ഒരു സ്ഥലം തൊട്ടിട്ട് തന്നെ പാറക്കല്ലുകളായിരുന്നു, അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ നടന്ന് പോകണമായിരുന്നു എന്ന്. ഇപ്പോൾ ഇവിടെ കല്ലുകളൊക്കെ പതിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നടക്കാൻ വേണ്ടി കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളെ ചേഞ്ചിങ് റൂം. ഇവിടെ വന്നിട്ടാണ് നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകാൻ പറ്റുക. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫോൾസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മഴക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഭംഗി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചധികം ദൂരം നടക്കുന്നുണ്ട്. വിശ്വാസപ്രകാരം ഇവിടെ പുണ്യജലം വരുന്നു എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് എല്ലാവരും ബലിയിടുന്നതും അതേപോലെ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും. ഇതാണ് ഞാൻ പറഞ്ഞ വഴി. ഈ വഴിയിലൂടെ കുറച്ച് ദൂരം നടന്നാലാണ് നമുക്ക് ബലിയിടുന്ന സ്ഥലത്ത് കേട്ടോ. ഇത് ഫുള്ള് കല്ലുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. അതിൻ്റെ മുകളിലൂടെ നമ്മളിങ്ങനെ കയറി പോകണം കേട്ടോ.
കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇനി നേരെ തിരിച്ച് വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ തിരിച്ച് അവിടെ പോയി റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പോകാമെന്നാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് പോണത് അച്ഛമ്മേൻ്റെ വീട്ടിലേക്കാണ്. അവർ വീട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അലങ്കോലങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധനങ്ങളൊക്കെ വന്നിട്ടേ ഉള്ളൂ. ഇനി ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഞങ്ങളിതാ പന്തലൊക്കെ പോയി നോക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അടുത്ത് തന്നെയാണ് അവരുടെ ഫുഡ് കൊടുക്കുന്ന പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണ്. ഇവിടുന്ന് നമ്മളിനി നേരെ അമ്മമ്മേൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ അതായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ടാറ്റാ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.